ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ +1 മോഡൽ എക്സാമിൻ്റെ 18ാമത്തെ ക്വസ്റ്റ്യനാണ്. സോ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്നുള്ള പാഠത്തു നിന്നുള്ള ക്വസ്റ്റ്യനാണ്, സിമ്പിൾ ക്വസ്റ്റ്യനാണ് അല്ലേ. അപ്പോൾ നോക്കിക്കോ, 18th ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദി ഫോളോയിങ്. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ലിമിറ്റ് എഴുതണം. ലിമിറ്റ് എക്സ് സ്ക്വയർ, ശ്രദ്ധിച്ചോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ -4/x-2. സാധാരണ നമ്മൾ ലിമിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, തന്നിരിക്കുന്ന ഈ ഫംഗ്ഷനിൽ എക്സിന് പകരം ഈ നമ്പറിന് കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ നമ്മൾ ഈ നമ്പർ കൊടുക്കുമ്പോൾ ആൻസർ എന്താവും? 2² - 4, ആൻസർ എന്താ? 0 വരും. ഇവിടെ 2 കൊടുക്കുമ്പോൾ 2 - 2, ആൻസർ എന്ത് വരും? 0. 0/0 എന്ന് വരും, ആൻസർ കിട്ടൂല. അപ്പോൾ 0/0 എന്നുള്ള രൂപത്തിൽ വരികയാണെങ്കിൽ സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡിനോമിനേറ്റർ 0 ആവാത്ത രീതിക്ക് ഇതിനെ മാറ്റണം. അപ്പം അതിന് ഈ മുകളിൽ തന്ന പോളിനോമിയൽ നമ്മൾ മാറ്റണം. x² - 4 നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x² - 4 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 2² എന്ന് എഴുതാം. x² - 2/x-2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ a² - b², ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചതാണ്, a + b × a - b. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 a² - b², a + b, എന്ന് പറഞ്ഞാൽ ഇവിടെ x + 2 × x - 2 എന്ന് എഴുതാൻ പറ്റും, ഡിവൈഡഡ് ബൈ x-2 എന്നുണ്ട്. സോ മുകളിലും താഴെയും x - 2 വന്നു. അപ്പോൾ x - 2 എന്താവും? ക്യാൻസൽ ആവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സിന് പകരം ഈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? എക്സിന് പകരം 2 എന്ന് കൊടുത്താൽ 2 + 2, ആൻസർ എന്താ? 4 എന്ന് കിട്ടും. സോ നമ്മൾ ഒന്നുമില്ല, ലിമിറ്റ് തന്നാൽ എന്ത് ചെയ്യുക? എക്സിന് പകരം ഇവിടെ തന്ന നമ്പർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസർ 0/0 ആണെങ്കിൽ അത് നമ്മൾ മാറ്റം വരുത്തണം, ഇല്ലെങ്കിൽ അതായിരിക്കും ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റത്തെ ആൻസർ കിട്ടി, എ കിട്ടി. ഇനി അതേപോലെ ബി, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 cos x / π - x. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? എക്സിന് ഈ നമ്പർ കൊടുത്തു നോക്കാം. എക്സിന് ഈ നമ്പർ കൊടുക്കുമ്പോൾ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. കിട്ടൂലേ? cos 0 എന്ന് വരും, π - 0. cos 0 എന്ന് പറഞ്ഞാൽ എന്താ? 1 വരും. സോ 1/π. 0/0 വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് ആൻസർ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആൻസർ കൊടുത്താൽ മതി. cos എക്സിന് പകരം 0 π - എക്സിന് പകരം 0. cos 0 എന്ന് പറഞ്ഞാൽ ആൻസർ 1 ആണ്. π - x അല്ല, എക്സിന് പകരം 0. π - 0 എന്ന് പറഞ്ഞ ആൻസർ എന്താ? പൈ. സോ ആൻസർ എന്താ? 1/π. സോ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എക്സിന് പകരം വാല്യൂ കൊടുക്കുക. 0/0 ആണെങ്കിൽ അത് തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താം. ഇനി ഇമ്പോർട്ടൻറ്റ്, ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഡെറിവേറ്റീവ് കാണുക. ഡെറിവേറ്റീവ് കാണുക എന്നുള്ളത് നമുക്ക് 2 റൂളുകളുണ്ട്. കോഷ്യൻ റൂളുണ്ട്, അതേപോലെ പ്രൊഡക്റ്റ് റൂളുണ്ട്. ഇത് രണ്ടും വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ വരും, ഷുവറാണ്. ഇതാ ഇവിടെ ക്വസ്റ്റ്യൻ റൂളുണ്ട്. അപ്പോൾ നോക്കിക്കോ, നമുക്കിനി കാണാനുള്ളത് 2 റൂൾ നമ്മൾ പഠിച്ചിരിക്കണം. ഒന്ന് പ്രൊഡക്റ്റ് റൂൾ. പ്രൊഡക്റ്റ് റൂൾ പറഞ്ഞാൽ എന്താ? d/dx ഓഫ് 2 ഫംഗ്ഷൻസ് ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്റ്റ് ആണ് f(x) × g(x) ആണെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് കണ്ടെത്തും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓർത്തത്ര മതി. ഫസ്റ്റ് ഫംഗ്ഷൻ ഒന്നും ചെയ്യാതെ അവിടെ നിർത്തുക, f(x) ഇൻറ്റു ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, d/dx ഓഫ് g(x) പ്ലസ് നേരെ തിരിച്ച് ആദ്യം ചെയ്ത ഫംഗ്ഷനെ നമ്മൾ നിർത്തുക, സെക്കൻഡ് ഫംഗ്ഷൻ അവിടെ നിർത്തുക, g(x) ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് d/dx ഓഫ് f(x). ഓക്കെ അല്ലേ? അതാണ് പ്രൊഡക്റ്റ് റൂൾ. ഇനി കോഷ്യൻ റൂൾ, അതായത് ബൈ ഫോമിലാണ് ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ f(x) g(x) ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിന് ആദ്യം എഴുതുക, g(x) താഴെയുള്ളതിന് ആദ്യം എഴുതിയിട്ട് ന്യൂമറേറ്ററിലുള്ള ഫംഗ്ഷൻ എന്ത് ചെയ്യുക? ഡെറിവേറ്റ് ചെയ്യുക, g(x) ഇൻറ്റു d/dx ഓഫ് f(x) മൈനസ്, കോഷ്യൻ റൂൾ ആകുമ്പോൾ മൈനസ് വരും. ഇനി തിരിച്ച് ഇവിടെ ചെയ്തതിന് ഇവിടെ നിർത്തുക, f(x) ഇൻറ്റു d/dx ഓഫ് g(x) ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്താണോ അതിൻ്റെ ഒരു സ്ക്വയർ കൊടുക്കുക. ഇതാണ് കോഷ്യൻ റൂൾ. അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്യാം. ഇത് നിർബന്ധമായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട കാര്യമാണ്, അതുകൊണ്ടാണ് അവിടെ എഴുതിയത്. അപ്പോൾ ഓക്കെ, നോക്കിക്കോ, d/dx ഓഫ് 2x + 1. ഇതേപോലെ ഒരു ഫംഗ്ഷനിൽ പ്ലസ് മൈനസ് ഒക്കെ തിരിച്ച് തന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ഡിഫറൻഷ്യേറ്റ്, ഓരോ പ്ലസ് ഉള്ള സ്ഥാനത്തിന് നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ ആൻസർ എന്ത് വരും? d/dx ഓഫ് ഫസ്റ്റത്തത് ഏതാ? 2x പ്ലസ് d/dx ഓഫ് ബാക്കിയുള്ള എന്താ? 1. അപ്പോൾ പ്ലസ് എത്ര ഉണ്ടോ അത്രയും എന്ത് ചെയ്യുക? ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് d/dx കൊടുക്കുക. ഇനി ഇതിൻ്റെ ആൻസർ കാണാം, d/dx ഓഫ് 2x. 2xൽ 2 എന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് വന്നാൽ അതിന് നമ്മൾ എന്ത് ചെയ്യും? ആ കോൺസ്റ്റൻറ്റിന് നമ്മൾ എന്ത് ചെയ്യും? പുറത്തെടുത്തിട്ട് എക്സ് ഉള്ള ടേമിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഡിഫറൻഷ്യേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? നമുക്ക് 2 × d/dx ഓഫ് എക്സ് ഉള്ള ടേം എന്താ? എക്സ് മാത്രം
പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. എക്സ് ഇല്ലാത്തതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റൻറ്റ്. എക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻസിയേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 2 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. ഡി എക്സ് ബൈ ഡി എക്സ് അല്ലേ? ഡി എക്സ് ബൈ ഡി എക്സ് പറഞ്ഞാൽ എന്താ? 1 ആണ്. സോ ആൻസർ എന്താ? 2 എന്ന് കിട്ടും. 2 ഇൻറ്റു 1 ദാറ്റ് ഈസ് 2. ഇനി രണ്ടാമത്തെ ഡിഫറൻസിയേഷൻ നോക്കുക. ഇത് ബൈ ഫോമിലാണ് അല്ലേ? എക്സ് ബൈ എക്സ് പ്ലസ് 1 രണ്ട് ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ്. അപ്പോൾ ബൈ ഫോമിലാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? കോഷ്യൻ്റ് റൂൾ. കോഷ്യൻ്റ് റൂൾ എപ്പോഴും ശ്രദ്ധിക്കുക. പറയുന്ന കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇക്വേഷൻ കാണാൻ പഠിക്കില്ല. ആദ്യം എന്ത് ചെയ്യുക? അതിൻ്റെ ഡിനോമിനേറ്റർ താഴെയുള്ളത് അവിടെ എഴുതുക. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് അതിൻ്റെ മുകളിലുള്ളതിന് നമ്മൾ എന്ത് കൊടുക്കുക? ഡി ബൈ ഡി എക്സ് കൊടുക്കുക. കോഷ്യൻ റൂൾ ആയതുകൊണ്ട് പ്ലസിന് പകരം എന്ത് വരും? മൈനസ്. ഇനി നേരെ തിരിച്ച് ഇവിടെ ഡി ബൈ ഡി എക്സ് കൊടുത്തതിന് നമ്മൾ നിർത്തുക. ഡി ബൈ ഡി എക്സ് എക്സിനല്ല കൊടുക്കുക. അപ്പോൾ എക്സ് ആദ്യം നിർത്തിയതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അഥവാ ഡിനോമിനേറ്ററിനെ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ താഴെ എന്ത് കൊടുക്കണം? ഡിനോമിനേറ്റർ ഏതായിരുന്നോ ഫംഗ്ഷൻ അതിനൊരു സ്ക്വയർ കൊടുക്കുക. ഡിനോമിനേറ്റർ ഏതാ? എക്സ് പ്ലസ് 1 ആണ്. സോ എക്സ് പ്ലസ് 1 നമ്മൾ എന്ത് കൊടുത്തു? സ്ക്വയർ കൊടുത്തു. സോ ഈക്വൽ ടു ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എക്സ് പ്ലസ് 1 അവിടെ ഉള്ളതാണ്, അത് അതേപോലെ എഴുതി. അതിനൊന്നും ചെയ്യണില്ല. എക്സ് പ്ലസ് 1 അതേപോലെ എഴുതി. ദെൻ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് വന്നു. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആൻസർ 1 ആണ്. സോ അത് എഴുതണ്ട. അപ്പോൾ എക്സ് പ്ലസ് 1 മൈനസ് ഇതിൻ്റെ ആൻസർ എന്താണ്? 1 ആണ്. ഇനി അതേപോലെ അടുത്തത് എക്സ് എഴുതി. മൈനസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് 1. ഇതിൻ്റെ ഡി ബൈ ഡി എക്സ് എങ്ങനെ? എക്സിൻ്റെ ഡിഫറൻസിയേഷൻ കാണണം, 1ൻ്റെ ഡിഫറൻസിയേഷൻ കാണണം. എക്സിൻ്റെ ഡിഫറൻസിയേഷൻ എന്താണ്? 1. 1ൻ്റെ ഡിഫറൻസിയേഷൻ എന്താ? 0. അപ്പോൾ 1 പ്ലസ് 0 ആൻസർ എന്ത് കിട്ടും? 1 കിട്ടും. എക്സ് ഇൻറ്റു 1 അഥവാ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. സോ നമ്മൾ ആൻസർ എന്തായി? എക്സ് പ്ലസ് 1 മൈനസ് എക്സ് ഇൻറ്റു 1 പറഞ്ഞാൽ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ കിട്ടിയാലോ? അപ്പോൾ എക്സ് പ്ലസ് 1 മൈനസ് എക്സ് എന്നുള്ളത് എന്താ വരിക? എക്സ് മൈനസ് എക്സ് 0 ആയിട്ട് പോവും. ബാക്കി എന്തേ ഉള്ളൂ? 1 ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. സോ ഇതാണ് എന്ത് വരിക? നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? പ്രൊഡക്റ്റ് റൂൾ ആൻഡ് കോഷ്യൻ റൂൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ഓഫ് ദി ഡാറ്റ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ മീൻ ഡീവിയേഷൻ ഷുവറാണ് പഠിക്കണം. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ഉണ്ട്, മീഡിയൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചത് മീഡിയൻ ആയതുകൊണ്ട് അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന ഡാറ്റയുടെ മീഡിയൻ കാണണം. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ തന്നിരിക്കുന്ന നമ്പറുകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 3, 5, 6, 7, 8, 9, 10 11. ഇതിൻ്റെ ഓർഡറിൽ എഴുതിയിട്ട് ഇതിൻ്റെ മിഡിലിൽ വരുന്ന സെൻറ്ററിൽ വരുന്ന നമ്പറാണെന്ത്? ഈ ഡാറ്റയുടെ മീഡിയൻ. ഇതിൻ്റെ സെൻറ്ററിൽ വരുന്നത് ഏതാ? 7 അല്ലേ? അപ്പോൾ ഇതിൻ്റെ മീഡിയൻ എന്ന് പറഞ്ഞാൽ 7 ആണ്. ഇനി നമുക്ക് കാണേണ്ടത് എന്താ? മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ കാണണം. മീൻ ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ പഠിക്കുക. മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ അല്ലെങ്കിൽ സമ്മേഷൻ എക്സ് ഐ മൈനസ് മീഡിയൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് അഥവാ എൻ. അപ്പോൾ ശ്രദ്ധിച്ചോ, എക്സ് ഐകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എം ഒന്നുമില്ല, ഈ തന്നിരിക്കുന്നതിൽ നിന്ന് എന്ത് ചെയ്യുക? മീഡിയൻ മൈനസ് ചെയ്യുക. അതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ മാത്രം, നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് എല്ലാം എന്ത് ചെയ്യുക? ഈ മീഡിയനിൽ നിന്ന് ഈ ഓരോ നമ്പറും മൈനസ് ചെയ്യുക. 7 - 3 ആൻസർ എന്ത് വരും? 4. 7 - 5 2. 7 - 6 1. 7 - 7 0. 7 - 8 -1 മോഡുലസിലുകൊണ്ട് 1. അപ്പോൾ 10 - 7 3. 11 - 7 എത്ര വരും? 4. ഓക്കെ അല്ലേ? ദെൻ നമ്മളെ ഇക്വേഷൻ എന്താണ്? മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എം ബൈ എൻ. സോ അപ്പോൾ ഇതിൻ്റെ സമ്മ് നമ്മൾ കാണണം. സമ്മേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കോളത്തിൻ്റെ സമ്മ് കാണാം. ഈ കോളത്തിൻ്റെ സമ്മ് എന്താ? 4 6 8 12 15. സോ ഇതിൻ്റെ സമ്മ് എത്രയാണ്? 50. സോ ഇതിൻ്റെ ആൻസർ എന്ത് വരും? 15 ബൈ നമ്പർ ഓഫ് ടേംസ്. ഇത് എത്ര ഉണ്ട്? 1 2 3 4 5 6 7. സോ 15 ബൈ 7 ആൻസർ വരും. സോ ആൻസർ ഏകദേശം 2.14. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ മീൻ ഡീവിയേഷൻ കിട്ടി. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ചോദിച്ചു. ഇനി മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണെങ്കിൽ ഇവിടെ എന്ത് വരും? എക്സ് ബാർ വരും. ഇത്രയും വ്യത്യാസമുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് എല്ലാ എക്സാമിലും ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൽ ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് അല്ലെങ്കിൽ ഇതേപോലെ ക്ലാസ് ഡാറ്റ തന്നിട്ട് അപ്പോൾ നമുക്കൊരു ഡാറ്റ തരും. അതിലൊരു ക്ലാസ് ഇൻ്റർവെൽ ഉണ്ടാവും, ഫ്രീക്വൻസി ഉണ്ടാവും.
ഇനി നമുക്ക് കാണാനുള്ളത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് ചോദിച്ചാൽ അപ്പം മൈൻഡിലേക്ക് വരണം നമുക്ക് 3 കാര്യങ്ങൾ ഷുവറായിട്ട് കാണണം. ഏതൊക്കെയാണ്? ഫസ്റ്റ് കാണേണ്ടത് മീൻ കാണണം, ദെൻ വേരിയൻസ് കാണണം, എന്നിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻക്ക് എത്തുള്ളൂ. നിങ്ങളിത് ഒറ്റയടിക്ക് ഇക്വേഷൻ പഠിച്ചാലും ഇതൊക്കെ ഇതിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണമെങ്കിൽ അത് ആദ്യം എന്ത് കാണണം? മീൻ. പിന്നെ എന്ത് കാണണം? വേരിയൻസ്. പിന്നെ എന്ത് കാണണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ മീൻ്റെ ഇക്വേഷൻ പഠിച്ചോ. സിഗ്മ എഫ് ഐ എക്സ് ഐ ബൈ സിഗ്മ എഫ് ഐ പഠിച്ചതാണ്, എല്ലാവരും പഠിച്ചതാണ്. സിഗ്മ എഫ് ഐ എക്സ് ഐ ബൈ സിഗ്മ എഫ് ഐ. ഈ മീൻ നമ്മൾ വിളിക്കുന്ന പേര് കൊടുക്കണ ഇതാണെന്ത്? എക്സ് ബാർ. മീനാണെന്ത്? എക്സ് ബാർ. ഇനി മീൻ കിട്ടിയാൽ പിന്നെ വേരിയൻസ് കിട്ടാൻ എളുപ്പമാണ്. എന്താ? ഈ മീനിൻ്റെ എക്സിന് പകരം എന്ത് കൊടുത്താൽ മതി? ഒരു സ്ക്വയർ കൊടുക്കുക. സിഗ്മ എഫ് ഐ എക്സ് ഐ സ്ക്വയർ ബൈ സിഗ്മ എഫ് ഐ മൈനസ് ഈ കണ്ടെത്തിയ മീനിൻ്റെ സ്ക്വയർ. ഇത്രേ ഉള്ളൂ. മീനെ പഠിക്കുക, മീൻ എക്സിന് പകരം സ്ക്വയർ കൊടുത്താൽ മതി, ഫസ്റ്റത്തെ ടേം കിട്ടും. ദെൻ മൈനസ് ആ മീനിൻ്റെ സ്ക്വയർ. വേരിയൻസ് കിട്ടി. വേരിയൻസ് കിട്ടിയാൽ പിന്നെ അതിൻ്റെ റൂട്ട് എടുത്താൽ അതെന്തായി? സ്റ്റാൻഡേർഡ് ഡീവിയേഷനായി. സിമ്പിളായിട്ട് പഠിക്കാം. ഈ 3 കാര്യം മൈൻഡിലുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിനനുസരിച്ച് കള്ളി വരക്കണം. നമ്മൾ എങ്ങനെ ടേബിൾ വരക്കും? നമുക്ക് ആദ്യം കാണേണ്ടത് മീനാണ്. മീൻ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ക്ലാസ് തന്നിട്ടുണ്ട്, എഫ് തന്നിട്ടുണ്ട്. ഇനി എന്ത് വേണം? എക്സ് ഐ വേണം. എക്സ് ഐ തന്നിട്ടില്ല. എക്സ് ഐ എങ്ങനെ നമ്മൾ കാണും? അപ്പോൾ എക്സ് ഐ എഴുതാം. എക്സ് ഐ നമ്മളെങ്ങനെ എഴുതുക? ഈ തന്നിരിക്കുന്ന ക്ലാസ് ഇൻ്റർവെൽ ഇവിടെ ശ്രദ്ധിച്ചോ, 0 to 10 ആണ്. ഇതിൻ്റെ സെൻറ്റർ മിഡ് പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എക്സ് ഐ. 0 to 10 സെൻറ്റർ നമ്പർ ഏതായിരിക്കും? 5. 10 20 സെൻറ്റർ നമ്പർ എന്തായിരിക്കും? 15. 20 to 30 25. ഇതിന് രണ്ടിൻ്റെ മിഡിലിൽ വരുന്ന നമ്പർ കേട്ടോ, മിഡ് പോയിൻറ്റ്. 35 വരും, 45 വരും. അപ്പോൾ എക്സ് ഐ കിട്ടി. അതുപോലെ എഫ് ഐ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനാണ് ആദ്യം കാണേണ്ടത്. മീൻ കാണണമെങ്കിൽ എന്ത് വേണം? എഫ് ഐ എക്സ് ഐ എന്നുള്ള കോളത്തിൻ്റെ സമ്മ് വേണം. അപ്പോൾ ഇനി അടുത്ത് വേണ്ടത് എന്താണ്? എഫ് ഐ എക്സ് ഐ കണ്ടെത്തണം. എഫ് ഐ എക്സ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഐ ഇൻറ്റു എക്സ് ഐ. ഈ 2 കോളങ്ങൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്തിട്ട് ഈ കോളം ഫില്ല് ചെയ്യണം. അപ്പോൾ ആദ്യം 1 into 5 എന്ത് വരും? 5. അടുത്തത് 7 into 15 105 വരും. അടുത്തത് 300 വരും. അടുത്തത് 385 വരും. ആൻഡ് ലാസ്റ്റ് വൺ 225. ഒന്നുമില്ല, ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണിത്, ഈ ടേബിൾ. ആൻഡ് അടുത്തത് എന്ത് വേണം? സിഗ്മ. അപ്പോൾ ആദ്യം നമുക്ക് മീൻ കാണാൻ പറ്റും ഈ ഇക്വേഷൻ അല്ലേ? സിഗ്മ എഫ് ഐ എക്സ് ഐ ബൈ സിഗ്മ എഫ് ഐ. സിഗ്മ എഫ് ഐ എക്സ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഐ എക്സ് ഐ എന്നുള്ള കോളത്തിൻ്റെ സം. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സമ്മ് ടോട്ടൽ ഇവിടെ എഴുതണം. സിഗ്മ എഫ് ഐ എക്സ് ഐ. ആൻസർ എന്ത് വരും? ആഡ് ചെയ്ത് നോക്ക്. 1020 ആൻസർ കിട്ടും. സിഗ്മ എഫ് ഐ എന്ന് പറഞ്ഞാൽ എഫ് ഐ കോളത്തിൻ്റെ സമ്മ്. എഫ് ഐ പറഞ്ഞാൽ ഈ കോളല്ലേ? സിഗ്മ എഫ് പറഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ സമ്മാണ്. ഇതിൻ്റെ സമ്മ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടുക? ഫുൾ ആഡ് ചെയ്യുക, ആൻസർ 36 എന്ന് കിട്ടും. ദെർഫോർ മീൻസ് ഈക്വൽ ടു ആൻസർ എന്ത് കിട്ടും? 1020 ഡിവൈഡഡ് ബൈ 36 എന്ന് കിട്ടും. ചെയ്യുമ്പോൾ ഏകദേശം ആൻസർ 28.53. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം കേട്ടോ. സോ മീൻ കിട്ടിയാൽ പിന്നെ എന്ത് കാണണം? അടുത്തത് കാണേണ്ടത് വേരിയൻസ് ആണ്. സോ വേരിയൻസ് കാണാൻ പറഞ്ഞു. മീൻ്റെ ഇക്വേഷൻ എക്സിന് പകരം എക്സ് ഐ സ്ക്വയർ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം കാണേണ്ടത് നമുക്ക് സിഗ്മ എഫ് ഐ എക്സ് ഐ സ്ക്വയർ വേണം. അപ്പോൾ എഫ് ഐ ഇൻറ്റു എക്സ് ഐ സ്ക്വയർ. അപ്പോൾ നമുക്ക് ചെയ്യാം ഒന്നുകൂടി എളുപ്പത്തിന് ആദ്യം എക്സ് ഐ സ്ക്വയറുകൾ കാണാം, അല്ലെങ്കിൽ എഫ് ഐ എക്സ് ഐ സ്ക്വയർ ഡയറക്റ്റ് കാണാം. എഫ് ഐ എക്സ് ഐ സ്ക്വയർ നമുക്ക് എങ്ങനെ കാണാം? ശ്രദ്ധിച്ചിട്ടോ, സിമ്പിളാണ്. എഫ് ഐ എക്സ് ഐ സ്ക്വയർ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ എഫ് ഐ എക്സ് ഐ ഇവിടെ ഉണ്ട്. എഫ് ഐ എക്സ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഐ എക്സ് ഐ ഇൻറ്റു ഒരു എക്സ് ഐയും പാടെ ചെയ്താൽ പോരെ? ഇൻറ്റു ഒരു എക്സ് ഐയും പാടെ ചെയ്താൽ അതെന്താവും? എഫ് ഐ എക്സ് ഐ സ്ക്വയർ. അപ്പോൾ അടുത്ത കോളം കിട്ടണമെങ്കിൽ നമ്മൾ ഈ 2 കോളങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എക്സ് ഐ ഇൻറ്റു എഫ് ഐ എക്സ് ഐ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഐ എക്സ് ഐ സ്ക്വയർ കിട്ടും. എഫ് ഐ എക്സ് ഐൻ്റെ കൂടെ എക്സ് ഐനെ കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 5 into 5 ആൻസർ എന്ത് വരും? 25. അടുത്ത ആൻസർ 15 into 105 ആൻസർ എന്ത് വരും? 1575. അപ്പോൾ എല്ലാം അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യുക. ആൻസർ എന്ത് വരും? 7500 13475 10125. സോ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതാൻ പറ്റും. സിഗ്മ എഫ് ഐ എക്സ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഐ എക്സ് ഐ സ്ക്വയർ എന്നുള്ള ഈ കോളത്തിൻ്റെ സം മൊത്തം കൂട്ടും. മൊത്തം ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 32700. സോ ഇതിൻ്റെ ആൻസർ എന്ത് വരും? 32700 ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ എന്ന് പറഞ്ഞത് അവിടെ ഉണ്ട്. എത്രയാണ്? 36
മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. എക്സ് ബാർ ഓൾറെഡി നമ്മൾ കണ്ടു 28.53, അതിൻ്റെ സ്ക്വയർ എടുക്കുക. സോ ഇത് കാൽക്കുലേറ്ററിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. അതിൻ്റെ ആൻസർ കറക്റ്റ് എത്ര കിട്ടും? ഏകദേശം 105.74 എന്ന ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ടാമത് കണ്ടത് വേരിയൻസ് ആണ്. വേരിയൻസ് കണ്ട ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താ? റൂട്ട് ഓഫ് വേരിയൻസ്. നമുക്കിപ്പോൾ കിട്ടിയ ആൻസറിൻ്റെ റൂട്ട് എടുക്കാം. കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ആൻസർ എന്ത് കിട്ടും നമുക്ക്? 10 ഏകദേശം 10.28 എന്ന ആൻസർ കിട്ടും. സോ ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? മീൻ കാണുക, വേരിയൻസ് കാണുക, ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ മക്കളെ, താങ്ക് യു.